ലിബ്രിയോഫീസ് മാത്ത് സ്പോക്കൺ ട്യൂട്ടോറിയലിലേക്ക് സ്വാഗതം. ഇവിടെ പഠിക്കുന്നത് ഡെറിവേറ്റീവുകൾ, ഡിഫറൻഷ്യൽ ഇക്വേഷനുകൾ, ഇന്റഗ്രൽ ഇക്വേഷനുകൾ, ലോഗരിതംസ് ഉള്ള ഫോർമുലകൾ എന്നിവ എഴുതുന്നത്. ഇതിനായി കഴിഞ്ഞ ട്യൂട്ടോറിയലിൽ ഉദാഹരണമായി സൃഷ്ടിച്ച മാത്ത് example1.odt എന്ന വ്രൈട്ടർ ഡോക്യുമെന്റ് തുറക്കാം. ഇവിടെ ഡോക്യുമെന്റിന്റെ അവസാന പേജിലേക്ക് സ്ക്രോൾ ചെയ്ത് ഒരു പുതിയ പേജിലേക്ക് പോകാനായി Ctrl Enter പ്രസ് ചെയ്യുക. ഇപ്പോൾ ഡെറിവേറ്റീവ്സ് ആൻഡ് ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് എന്ന് ടൈപ്പ് ചെയ്തിട്ട് 2 പ്രാവശ്യം Enter കീ പ്രസ് ചെയ്യുക. Mathനെ കോൾ ചെയ്യുന്നതിനായി ഇൻസെർട്ട് മെനുവിൽ ക്ലിക്ക് ചെയ്ത് ഒബ്ജക്ട് എന്നിട്ട് ഫോർമുല. മുന്നോട്ട് പോകുന്നതിന് മുൻപ് ഫോണ്ട് സൈസ് 18 പോയിന്റ് ആക്കുക. അലിഗ്ന്മെന്റ് ലെഫ്റ്റ് ആക്കുക. എളുപ്പത്തിൽ വായിക്കാനായി നമ്മുടെ ഉദാഹരണങ്ങൾക്കിടയിൽ ന്യൂ ലൈൻസും ബ്ലാങ്ക് ലൈൻസും ചേർക്കുക. ഇപ്പോൾ ഡെറിവേറ്റീവ്സും ഡിഫറൻഷ്യൽ ഇക്വേഷൻസും എഴുതുന്നതെങ്ങനെയെന്ന് പഠിക്കാം. ഈ ഫോർമുല അല്ലെങ്കിൽ ഇക്വേഷൻസ് Mathൽ എളുപ്പത്തിൽ എഴുതാം. ഇവയെ നമുക്കൊരു ഫ്രാക്ഷൻ ആയി തന്നെ കരുതി ഓവർ മാർക്കപ്പ് ഉപയോഗിക്കാം. ഉദാഹരണത്തിന് df ബൈ dx എന്ന ഒരു ടോട്ടൽ ഡെറിവേറ്റീവ് എഴുതുന്നതിന് ഫോർമുല എഡിറ്റർ വിൻഡോയിലെ മാർക്കപ്പ് df ഓവർ dx ആണ്. പാർഷ്യൽ ഡെറിവേറ്റീവിനായി പാർഷ്യൽ എന്ന വാക്ക് ഉപയോഗിക്കാം. മാർക്കപ്പ് del f ഓവർ del x എന്ന് കാണുന്നു. പാർഷ്യൽ മാർക്കപ്പിനായി കർലി ബ്രാക്കറ്റുകൾ ഉപയോഗിക്കേണ്ടതുണ്ട്. പാർഷ്യൽ ഡെറിവേറ്റീവിന്റെ del അടയാളം വ്രൈട്ടർ ഗ്രേ ബോക്സിൽ ശ്രദ്ധിക്കുക. മറ്റൊരു ഉദാഹരണം ത്വരണത്തെയും ബലത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ന്യൂട്ടന്റെ രണ്ടാം ചലന നിയമം. F is equal to ma. ഇതിനെ ഒരു ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ രൂപത്തിൽ f of t is equal to m into d squared x over dt squared എന്ന് എഴുതാം. ഓരോ ഓപ്പറേഷന്റെയും ഓർഡർ കാണിക്കുന്നതിനായി ഓരോ സെറ്റ് കർലി ബ്രാക്കറ്റുകൾ ഉപയോഗിച്ചത് ശ്രദ്ധിക്കുക. ഇക്വേഷൻ സ്ക്രീനിൽ കാണുന്നത് പോലെയാണ്. ഡിഫറൻഷ്യൽ ഇക്വേഷന് മറ്റൊരു ഉദാഹരണം. ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിംഗ്. ഒരു ഒബ്ജക്റ്റിന്റെ t സമയത്തെ ഊഷ്മാവ് തീറ്റ ഓഫ് t ആണെങ്കിൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഇങ്ങനെ എഴുതാം. d of theta over d of t is equal to minus k into theta minus s. ഇവിടെ s ചുറ്റുപാടുമുള്ള അന്തരീക്ഷത്തിന്റെ ഊഷ്മാവാണ്. വ്രൈട്ടർ ഗ്രേ ബോക്സിലെ ഇക്വേഷൻ ശ്രദ്ധിക്കുക. ഇപ്പോൾ നമ്മുടെ വർക്ക് സേവ് ചെയ്യാം. ഫയലിൽ പോയി സേവ് ക്ലിക്ക് ചെയ്യുക. ഇനി ഇന്റഗ്രൽ ഇക്വേഷൻസ് എങ്ങനെ എഴുതാമെന്ന് നോക്കാം. പുതിയ പേജിലേക്ക് പോകുന്നതിനായി വ്രൈട്ടർ ഗ്രേ ബോക്സിന് പുറത്ത് 3 പ്രാവശ്യം സാവധാനത്തിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് Ctrl Enter പ്രസ് ചെയ്യുക. ഇന്റഗ്രൽ ഇക്വേഷൻസ് എന്ന് ടൈപ്പ് ചെയ്യുക. Enter 2 പ്രാവശ്യം പ്രസ് ചെയ്യുക. ഇൻസെർട്ട് ഒബ്ജക്ട് മെനുവിൽ നിന്ന് മാത്ത് കോൾ ചെയ്യുക. ഫോണ്ട് സൈസ് 18 പോയിന്റ് ആയി വർദ്ധിപ്പിക്കാം. അലിഗ്ന്മെന്റ് ലെഫ്റ്റ് ആക്കുക. ഇന്റഗ്രൽ അടയാളത്തിനായി ഫോർമുല എഡിറ്റർ വിൻഡോയിൽ ഇന്റ് എന്ന മാർക്കപ്പ് ഉപയോഗിക്കുക. f റിയൽ വേരിയബിൾ xന്റെ ഫങ്ഷനും a b x ആക്സിസിലെ റിയൽ ലൈനിലുള്ള ഇന്റർവെല്ലും ആണെങ്കിൽ ഡെഫിനൈറ്റ് ഇന്റഗ്രൽ ഇന്റഗ്രൽ ഫ്രോം a to b f of x dx എന്ന് എഴുതാം. ഇന്റഗ്രൽ symbolനായി
ഇന്റ് എന്ന മാർക്കപ്പ് ഉപയോഗിച്ചു. a, b എന്ന ലിമിറ്റ്സ് കാണിക്കുന്നതിനായി ഫ്രോം, ടോ എന്നീ മാർക്കപ്പുകൾ ഉപയോഗിച്ചു. വ്രൈട്ടർ ഗ്രേ ബോക്സിലെ ഫോർമുല ശ്രദ്ധിക്കുക. അടുത്ത ഉദാഹരണമായി ഒരു ക്യൂബോയിഡിന്റെ വ്യാപ്തി കണക്കുകൂട്ടുന്നതിനുള്ള ഡബിൾ ഇന്റഗ്രൽ ഫോർമുല എഴുതാം. ഫോർമുല സ്ക്രീനിൽ കാണുന്നത് പോലെയാണ്. ഡബിൾ ഇന്റഗ്രലിന് വേണ്ടിയുള്ള മാർക്കപ്പ് i n t ആണ്. അതുപോലെ ക്യൂബോയിഡിന്റെ വ്യാപ്തി കാണുന്നതിന് ട്രിപ്പിൾ ഇന്റഗ്രലും ഉപയോഗിക്കാവുന്നതാണ്. ട്രിപ്പിൾ ഇന്റഗ്രലിന് വേണ്ടിയുള്ള മാർക്കപ്പ് ആണ് i n t. ഒരു ഇന്റഗ്രലിന്റെ ലിമിറ്റ്സ് കാണിക്കുന്നതിനായി സബ്സ്ക്രിപ്റ്റ് മാർക്കപ്പും ഉപയോഗിക്കാവുന്നതാണ്. സബ്സ്ക്രിപ്റ്റ് ഉപയോഗിക്കുമ്പോൾ മാത്ത് ഇന്റഗ്രലിന് താഴെ വലത് വശത്ത് ആ ക്യാരക്ടർ നൽകുന്നു. ഇങ്ങനെ Mathൽ ഇന്റഗ്രൽ ഫോർമുലകളും ഇക്വേഷനുകളും എഴുതുന്നതിന് പല മാർഗങ്ങളുണ്ട്. ഇപ്പോൾ ലോഗരിതംസ് ഉള്ള ഫോർമുലകൾ എഴുതുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഇത് ഒരു പുതിയ മാത്ത് ഗ്രേ ബോക്സിൽ അല്ലെങ്കിൽ മാത്ത് ഒബ്ജക്റ്റിൽ എഴുതാം. ലോഗരിതംസ് എന്ന് ടൈപ്പ് ചെയ്തിട്ട് 2 പ്രാവശ്യം എന്റർ പ്രസ് ചെയ്യുക. വീണ്ടും മാത്ത് കോൾ ചെയ്യുക. ഫോണ്ട് 18 പോയിന്റ് ആയി മാറ്റുക. ലെഫ്റ്റ് അലൈൻ ചെയ്യുക. ലോഗരിതം ഉപയോഗിക്കുന്ന ഒരു ലളിതമായ ഫോർമുല ലോഗ് 1000 ടു ദി ബേസ് 10 ഈസ് ഇക്വൽ ടു 3. ഇവിടുത്തെ മാർക്കപ്പ് ശ്രദ്ധിക്കുക. മറ്റൊരു ഉദാഹരണം ലോഗ് 64 ടു ദി ബേസ് 2 ഈസ് ഇക്വൽ ടു 6. ഇപ്പോൾ നാച്ചുറൽ ലോഗരിതം ഇന്റഗ്രൽ രൂപത്തിൽ എഴുതുന്നത് നോക്കാം. നാച്ചുറൽ ലോഗരിതം ഓഫ് t ഈസ് ഇക്വൽ ടു ഇന്റഗ്രൽ ഓഫ് 1 ബൈ x dx ഫ്രോം 1 ടു t. മാർക്കപ്പ് സ്ക്രീനിൽ കാണുന്നത് പോലെയാണ്. ഉദാഹരണങ്ങൾ സേവ് ചെയ്യുക. ഒരു അസൈൻമെന്റ്. താഴെ കൊടുത്തിട്ടുള്ള ഡെറിവേറ്റീവ് ഫോർമുല എഴുതുക. d സ്ക്വയർഡ് y ബൈ dx സ്ക്വയർഡ് ഈസ് ഇക്വൽ ടു d ബൈ dx ഓഫ് ബ്രാക്കറ്റിനുള്ളിൽ dy ബൈ dx. സ്കേലബിൾ ബ്രാക്കറ്റുകൾ ഉപയോഗിക്കുക. താഴെയുള്ള ഇന്റഗ്രൽ എഴുതുക. ഇന്റഗ്രൽ 0 ടു 1 കർലി ബ്രാക്കറ്റിനുള്ളിൽ സ്ക്വയർ റൂട്ട് ഓഫ് x dx. അടുത്തതായി താഴെയുള്ള ഡബിൾ ഇന്റഗ്രൽ എഴുതുക. ഡബിൾ ഇന്റഗ്രൽ ഫ്രോം t ഓഫ് കർലി ബ്രാക്കറ്റിനുള്ളിൽ 2 sin x മൈനസ് 3y ക്യൂബ്ഡ് പ്ലസ് 5 dx dy. Log x to the power of p to the base b is equal to p into log x to the base b എന്ന ഫോർമുല ഉപയോഗിച്ച് log 1024 to the base 2 സോൾവ് ചെയ്യുക. നിങ്ങളുടെ ഫോർമുലകൾ ഫോർമാറ്റ് ചെയ്യുക. ഇതോടെ ട്യൂട്ടോറിയലിന്റെ അവസാന ഭാഗത്ത് എത്തിയിരിക്കുന്നു. ചുരുക്കത്തിൽ ഇവിടെ ഡെറിവേറ്റീവ്സും ഡിഫറൻഷ്യൽ ഇക്വേഷൻസും ഇന്റഗ്രൽ ഇക്വേഷൻസും ലോഗരിതംസ് ഉള്ള ഫോർമുലകളും എങ്ങനെ എഴുതാമെന്ന് പഠിച്ചു. സ്പോക്കൻ ട്യൂട്ടോറിയൽ പ്രൊജക്റ്റ് ടോക്ക് ടു എ ടീച്ചർ പ്രൊജക്റ്റിന്റെ ഭാഗമാണ്. ഇതിനെ പിന്താങ്ങുന്നത് നാഷണൽ മിഷൻ ഓൺ എഡ്യൂക്കേഷൻ ത്രൂ ICT MHRD ഗവൺമെന്റ് ഓഫ് ഇന്ത്യ. ഈ പ്രൊജക്റ്റ് ഏകോപിപ്പിച്ചത് spokentutorial.org. ഈ മിഷനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ഇവിടെ ലഭ്യമാണ്. ഈ ട്യൂട്ടോറിയൽ സമാഹരിച്ചത് ദേവി സേനൻ, IIT ബോംബേ. നന്ദി.